ഹായ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. സ്വാഗതം കുറച്ച് ഉഷാറ് കൂടിയപ്പോൾ അപ്പോൾ നമ്മൾ സന്തോഷത്തിന് പറഞ്ഞപ്പോഴേക്ക് വരുന്നുണ്ട്. പുറത്ത് പോയതേന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വിശേഷം എടുക്കില്ല എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നു. പക്ഷേ സമയമായ എന്താണെന്നറിയില്ല, വിശേഷമൊക്കെ ആക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പുറത്തു കൂടെ ഒക്കെ ഒന്ന് തിരിച്ച് വരാമെന്ന് എഴുതി നിൽക്കുകയാണ് കേട്ടോ. നമ്മളെ സുന്ദരിക്കുട്ടി നാളെ പോവുകയെന്ന് അറിയുന്നുണ്ട്. കുറേ ദിവസമായിട്ട് നമ്മളെ അപ്പം ഉണ്ടായിരുന്നു. നാളെ വിഷുവല്ലേ, അപ്പോൾ പോവുകയെന്ന് അറിയുന്നുണ്ട്. രാവിലെ അവളെ കൊണ്ടാക്കണം. ഇന്നലെ പോകണമെന്ന് അറിഞ്ഞു, അത് ഇന്നൊക്കെ ആക്കി ഇനി നാളെ പോവുകയെന്ന് അറിയുന്നുണ്ട്. പിന്നെ ഇതാ കണ്ണനും ഇത് എല്ലാവരും ഉണ്ട് ഇവിടെ നിൽക്കണേ. അപ്പോൾ നമ്മളെ അടുത്തുള്ള സ്കൂളിലോട്ട് കൂടി മലയിൽ കൂടി ഒക്കെ ഒന്ന് ഇങ്ങനെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. നമുക്ക് അത് കൂടെയൊക്കെ ഉള്ളു പോകാനുള്ളത്. അപ്പോൾ അത് കൂടെ ഒന്നും പോയിട്ടാ സന്തോഷത്തോടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വന്നതാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞതായിരുന്നു. അപ്പം നമുക്ക് പോവാം. അത് ചാണകത്തിൽ ഒരു തരം പ്രാണികളുണ്ട്, അതിനെ തിന്നണേ. ആട്ടണ്ട, തിന്നോട്ടെ. ഒരു വണ്ടിയിലാണ് നമ്മൾ നടന്നാണ്. നോക്കാം, നമ്മളെ റോഡ് വീതി കൂട്ടിയിട്ട് ഇപ്പൊ നല്ല റോഡായിട്ടാണ്. ടാറിങ്ങല്ലോ കഴിഞ്ഞത്. എന്നാലും അങ്ങനെ ക്ലീനായി, പക്ഷെ പൂർത്തിയായില്ല കേട്ടോ. ഇപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമായിട്ടുള്ളൂ കേട്ടോ. കുറച്ച് ദൂരം പറഞ്ഞാൽ കുറച്ച് ദൂരം. പക്ഷെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ നമ്മളെ പാലക്കോട് സ്കൂളിലേക്കുള്ള റോഡാണ് കേട്ടോ. AM-LP സ്കൂൾ പാലക്കോട്. അപ്പോൾ നമ്മൾ നേരെ റോട്ടിന് പോവാതെ നമ്മൾ റബ്ബറിൽ കൂടെ കയറി പോവാണ്. നമ്മളെ റബ്ബർ തോട്ടാട്ടോ. അല്ല, കാടൊക്കെ വെട്ടി ക്ലീൻ ആക്കിയിട്ടുണ്ട്. അവിടെ ചെക്കന്മാർ അതിലെ പോരിട്ടോ. അപ്പോൾ കാടൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല കേട്ടോ. എന്താ കാട് വെട്ടിയിട്ട് നല്ല വൃത്തിയിട്ട് സന്തോഷേട്ടൻ പേടിച്ചാ വിട്ടത്. കാടുണ്ടാവും, പാമ്പുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് കണ്ടറിയാം പാമ്പുണ്ടോ അല്ലേ എന്നൊക്കെ. കാടൊന്നും ഇല്ല കേട്ടോ. പോരി, എല്ലായിടത്തും വടിയൊക്കെ ഉണ്ട്. ഞാൻ അഥവാ പാമ്പിനെ കണ്ടാലും നമുക്ക് അടിച്ചോടിക്കാം അല്ലേ. വറകുണ്ടാക്കുക. ഇവിടെ ഒരു മാവ്, ഒന്നല്ല 2 മാവൊക്കെ ഉണ്ട്. മാങ്ങയൊക്കെ ഉണ്ടോ നോക്കാം. എന്തൊക്കെ പറഞ്ഞത് വടിയൊക്കെ എടുത്താണ് പോരുന്നത്. അവിടെ കുറെ വറകൊക്കെ ഉണ്ട്. ഇതെന്താ നിങ്ങൾ വേട്ടയ്ക്ക് പോകുമ്പോ വടിയും കുന്തൊക്കെ കഴിക്കാൻ പോയിരുന്നു. ഒരു മാവ് ഇതാണ്. അപ്പൊ മകള കുട്ടിയാണ്. ഇത് അത്ര വലുപ്പം ഇല്ല കേട്ടോ. ഇത് മാങ്ങല്ലടാ. നോക്കട്ടെ, കിട്ടൂല. മേലക്ക് കാണില്ല, അടിയിലുണ്ടോ കേട്ടോ. നമുക്ക് മാങ്ങ ടേസ്റ്റുള്ള മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങയാണ്. പക്ഷെ മാങ്ങ പോയിട്ട് മാങ്ങ അണ്ടിയൊന്നുമില്ല. ഇല്ല. അപ്പൊ നമുക്ക് നമ്മളെ മുത്തശ്ശീൻ്റെ അടുത്തേക്ക് തന്നെ പോവാം. മാങ്ങേന്റെ പേരും പറഞ്ഞു വന്നപ്പോ വിറകും കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ചുള്ള വിറക് കിട്ടി, ഏതായാലും വിറകില്ല. അപ്പോ കുറച്ച് വിറക് കണ്ടിട്ടുണ്ട്. ഫോണും കട്ടിക്കല്ലേ. ഇതൊക്കെ എന്ത് വലിക്കും. ചോട്ട് കൊടുക്ക. ചെക്കന്മാർക്കുള്ള ശക്തിയാണ് ചെറുത്. ഇതല്ലേ മാവ് പൂ. മാങ്ങ അത്ര പോരാല്ലേ.
ആദ്യമൊക്കെ താഴേന്ന് നോക്കിയാ കാണുന്നു. ഇപ്പൊ ഉണ്ടോ കുതിര? കുതിരനെ കാണാൻ മാങ്ങക്കല്ലേ? പോയി നോക്കാം നമുക്കിതാ. ഇങ്ങോട്ട് ഇരിക്ക്, ഇങ്ങോട്ട് തിരി. ബാക്ക് വാങ്ങല്ല. അപ്പുറത്ത് വാ. മറ്റേ മാങ്ങറി നടക്കടി. അതല്ലേ അറിയാം. റിതുല് ഒറ്റ എറിഞ്ഞ മാങ്ങട്ടി. അപ്പൊ ഇത് നോക്കിക്കണേ. പോകൂല ഇവരടുത്ത് നിന്ന് നമ്മളെ തലയൊക്കെ പോട്ടോ. ഒരു മാങ്ങ അടിക്കട്ടെ. എന്താണ് കുതിരണ്ടാ? ചോട്ടിന്ന് മാറി. കുതിരണ്ട്. ഇത് കാണാൻ കുതിരനെ കാണാൻ പോയി. ആ ഞാൻ മാറി. അടിച്ചോളി. ഇതോണ്ടാ നമ്മളെ കുതിരനെ കാണാൻ പോവാ. കുതിര ഇടയ്ക്കിടയ്ക്ക് കെട്ടഴിഞ്ഞപ്പോ അതിലൊന്ന് വരുന്നുണ്ട് ഒറ്റക്കായിട്ടേ. അതിനെ കുറിച്ച് ഒന്നും കാണാൻ അതിന്റെ മേലെ കയറണ എനിക്ക് നമുക്ക് പേടിയാണ്. എത്തും കാട്ടൂല. അത് കാട്ടൊന്നുമില്ല. കയറിക്കോ അർച്ചൊക്കെ കയറും. നമുക്ക് കുതിരന്റെ പുറത്ത് കയറണമെന്നുണ്ടെങ്കില് കയറാട്ടോ. അതിന്റെ മുകളിലൊന്ന് കയറണം. പിടിച്ചാ മതി. ശരി. പിന്നെ കുറച്ച് ദിവസത്തിന് വണ്ടൂല. അതൊന്നും ഓർമ്മ ഉണ്ടാവും. എന്ത് ഒന്നും കാട്ടൊന്നുമില്ല. കുറച്ചൊക്കെ അമ്മക്ക് ഇങ്ങനെ വരുന്നാണ്. ആണോ? നേരെ കരി ഇട്ടാ തീരി കണ്ടൂല. കിട്ടിയില്ലേ? ഇത് മതി. 6 മണിയായിട്ടാ. മതി പോരി കണ്ണവാ. എവിടെ കിട്ടിയത്? അതാ മതിയല്ലോ. എടുത്തു ഉണക്കിട്ട് കപ്പി മാങ്ങ. റിതുവിനോ? ആ 2 കിട്ടിയല്ലോ. കണ്ണനില്ലേ? ആ തിന്നലും കഴിഞ്ഞോ? എന്നാ നീ പോവാ. അപ്പൊ പോന്ന അപ്പൊ മാങ്ങി കിട്ടി, വറകും കിട്ടി. വറക് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. കാറ്റടിച്ചതുകൊണ്ടേ നല്ല കാറ്റും മഴയൊന്നുമില്ല 2 ദിവസം മുന്നേ. അതുകൊണ്ട് വീണ വറകാ തോന്നുന്നുണ്ട്. കുറെ ഇന്നൊരു വറകിന്റെ വർത്താനം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അമ്മ. കാരണം നമുക്ക് തീ പിടിപ്പിക്കാൻ ഇപ്പൊ ചുള്ളൽ വറകേ അല്ല, പേപ്പറും അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് തീ പിടിപ്പിക്കണേ. ഓലക്കൊടി പോലും തീർന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അമ്മ പറഞ്ഞിട്ടുള്ളൂ ഈ റോഡിന് പോയത്തന്നെ ചുള്ളൽ വറക് കിട്ടുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. വന്നപ്പോ അതാ നമുക്ക് കുറെ വറകിട്ടി. കുറെ ദിവസത്തിനായിട്ടോ. വീട്ടിലെത്തിയിട്ട് പറയാട്ടോ. തലയിൽ ഭാരണ്ട്. മലയിൽ പോയി വന്നോ? എന്തൊക്കെയാ കിട്ടിയ മലയിന്ന്? പറഞ്ഞോടത്ത് എന്തൊക്കെ കിട്ടി? മാങ്ങ, പിന്നെ കൊറേ കിട്ടിയ. 2 ഉള്ളൂ. എന്ത് 2 വറകുള്ളൂ? കുറച്ചുള്ളൂ. കുറച്ചൊക്കെ വറകുണ്ട്. ഇനി കൊറേ ഉണ്ടാക്കാം, പെറുക്കി എടുക്കാനുണ്ട്. ആമ പോയാ ഫുള്ള് കൊണ്ട്. അമ്മമ്മ പോയിട്ട് നിങ്ങള് അമ്മ പോന്നാല് വിറക് കത്തിക്കും. നല്ലോണം ഒരു അട്ടി വറകുണ്ട്. പക്ഷെ നമ്മളിപ്പോ പോയ സമയം ശരിയല്ല, ഇരുട്ടായി. എന്നാലും കിട്ടി. പോണം. ഇനി പിന്നെ പോവാ. എന്നാലും നല്ലോണം കിട്ടിണ്ട് കേട്ടോ.
ഇനി അപ്പം നിങ്ങൾ പോയപ്പോഴേക്ക് ഞാൻ കുളിച്ചു, വിളക്കായിട്ടനൊക്കെ ഒരുക്കി വെച്ചു. ഞാനൊരു കുക്കറപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. കാണിച്ചു സുന്ദരിക്ക് ഇപ്പോൾ ഒരു കുക്കറപ്പം വേണമെന്നാണ്. അപ്പം അരി അരച്ചിരുന്നു. അപ്പോൾ ഒരു കുക്കറപ്പം ഉണ്ടാക്കി. ഇന്നാൾക്ക് അച്ഛനോടെ അച്ഛനെ പോയി. അപ്പോൾ നമ്മളെ കുക്കറപ്പം കൂടി നമുക്ക് തിന്ന് നോക്കാം. അപ്പോൾ വെള്ളം കൊടുത്തുകൊണ്ട് പോവാ. നമ്മളെ കുക്കറപ്പം വരുന്നുണ്ട്. കേട്ടോ വെള്ളം അപ്പം എന്താ പറയുക, ചൂടാറിയിട്ടില്ല. ചൂടാറണം. ചൂടാറിയാലേ എടുത്താൽ കിട്ടുള്ളൂ. ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. നിങ്ങൾ പോയപ്പോൾ ഞാൻ അരി അരച്ച് വെച്ചു. വേഗം കുക്കറിൽ ഒഴിച്ചു. എന്നിട്ട് ഞാൻ കുളിച്ചു. കുളിച്ചിട്ട് അരി നല്ല ജീരകം, നാളികേരം, ഏലക്കായ ഒക്കെ അരച്ചിട്ട് കുറച്ച് നേരം വെച്ചു. ഇഷ്ടപ്പെട്ട് ശർക്കര മാവ് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് കലക്കി ലേശം നേരം വെച്ചു. എന്നിട്ട് നെയ്യ് ഒഴിച്ചു. എന്നിട്ട് കുക്കറിൽ വെച്ചു. അപ്പം സൂപ്പർ. ഇനിയിപ്പോൾ കിട്ടൂല. പക്ഷെ സൂപ്പർ അപ്പായിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം ഒന്ന് ഉണ്ടാക്കിയാണ്. അപ്പോൾ പൊടിഞ്ഞുണ്ടായി. അപ്പോൾ ഈ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ക്ഷമയോട് കൂടി, സാവധാനം എന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് നന്നായിട്ടുണ്ട്. അപ്പം നമുക്ക് ചൂടാറിയിട്ടെടുത്തു. ഞാൻ വിളിക്കാട്ടാനൊക്കെ ഉണ്ട്. അപ്പോൾ സമയം കഴിഞ്ഞു കേട്ടോ. 6:30. അപ്പോൾ ഇനി ഇന്നത്തെ വിശേഷം നിർത്താം. നാളെ അടുത്ത വിശേഷമായിട്ട്. ബൈ. ബൈ.